വെൽക്കം ടു ബ്രെയിൻ ടിക്. ഗണിതവുമായി ബന്ധപ്പെട്ട 50 ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. 0 കണ്ടുപിടിച്ച രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. രാമാനുജന്റെ എത്രാമത്തെ ജന്മദിനത്തിലാണ് ഇന്ത്യൻ സർക്കാർ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി പ്രഖ്യാപിച്ചത്? ഉത്തരം 125. 2024 രാമാനുജൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം റുങ്ങോ ചുവാൻലിയോ. ക്ഷേത്രഗണിതത്തിൽ അറിവ് നേടാത്തവർ ഈ പടി കടക്കാതിരിക്കട്ടെ. ഈ വാചകം എവിടെ എഴുതി വെക്കപ്പെട്ടതാണ്? ഉത്തരം പ്ലേറ്റിയുടെ അക്കാദമി. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഗണിത അധ്യാപിക? ഉത്തരം ഹിപ്പേഷ്യ. ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട്? ഉത്തരം 36. 0 കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ബ്രഹ്മഗുപ്തൻ. 2023 ഒരു ഇന്ത്യക്കാരന് ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേര്? ഉത്തരം കല്യംപുടി. ഒരേ ഒരു സംഖ്യ ഇംഗ്ലീഷിൽ അതിലെ അക്ഷരങ്ങളുടെ എണ്ണം സംഖ്യയുടെ വിലയോട് തുല്യമാണ്. സംഖ്യ? ഉത്തരം 4. ഇന്ത്യയിൽ ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നതെങ്കിൽ ലോക ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 14. ഇന്ത്യൻ സർക്കാർ ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത്? ഉത്തരം 2012. ജ്യാമിതിയുടെ പിതാവാര്? ഉത്തരം യൂക്ലിഡ്. ശ്രീനിവാസ രാമാനുജന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയുടെ പേര്? ഉത്തരം അനന്തതയെ അറിഞ്ഞ മനുഷ്യൻ. 1നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം? ഉത്തരം 25. കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ബ്ലെയ്സ് പാസ്കൽ. ഗണിതശാസ്ത്രത്തിലെ അത്ഭുത വനിത എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശകുന്തള ദേവി. വ്യവകലന ചിഹ്നം മൈനസ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജോഹൻ വിഡ്മാൻ. ശ്രീനിവാസ രാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം GH ഹാർഡി. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗണിതശാസ്ത്രം. 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക? ഉത്തരം 55. തേനറകളുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ബഹുഭുജം? ഉത്തരം ഷഡ്ഭുജം. 2002 പുറത്തിറങ്ങിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന ഹോളിവുഡ് ചിത്രം ഏത് ഗണിതശാസ്ത്രജ്ഞനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ജോൺ നാഷ്.
ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം? ഉത്തരം ഫീൽഡ് മെഡൽ. ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഗണിതശാസ്ത്രജ്ഞനാണ് 2014 ഫീൽഡ് മെഡൽ നേടിയത്. ആരാണ് അദ്ദേഹം? ഉത്തരം മഞ്ജുൾ ഭാർഗവ. ഒരു ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്റെ പേരിലുള്ള കൃത്രിമ ഉപഗ്രഹം? ഉത്തരം ആര്യഭട്ട. ഒരു സമചതുരത്തിന്റെ വിസ്തീർണവും ചുറ്റളവും തുല്യമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ? ഉത്തരം 16. ഭാരതത്തിന്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഭാസ്കരാചാര്യർ. കാവ്യലോകത്തിന് അനശ്വര സംഭാവന നൽകിയ ഈ പേർഷ്യൻ കവി ഗണിതശാസ്ത്ര ലോകത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം ആരാണ്? ഉത്തരം ഒമർ ഖയ്യാം. എന്നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും സംഖ്യ ഞാനാകും. ഞാൻ ആര്? ഉത്തരം 0. ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹൈദരാബാദ്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിതശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം? ഉത്തരം ബർണൌലി കുടുംബം. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം ആയി കണക്കാക്കുന്നത്? ഉത്തരം യുക്തിഭാഷ. സംഖ്യയാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം പൈത്തഗോറസ്. 0, 1 എന്നീ രണ്ടക്കങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം? ഉത്തരം ബൈനറി സമ്പ്രദായം. ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആര്? ഉത്തരം ആർതർ കെയ്ലി. സ്വർഗത്തിന്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഒരു പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം ബെർട്രാൻഡ് റസൽ. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ ഭ്രമണപഥം എലിപ്സിന്റെ ആകൃതിയിലാണെന്ന് ആരാണ് കണ്ടെത്തിയത്? ഉത്തരം ജോഹന്നാസ് ക്ലെപ്പർ. സൈഫർ എന്നറിയപ്പെടുന്ന സംഖ്യ? ഉത്തരം 0. ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആർക്കിമിഡീസ്. ഗ്രാഫ് കണ്ടെത്തിയത് ആര്? ഉത്തരം റെനെ ദെക്കാർത്തെ. ഹരണചിഹ്നം ആദ്യം ഉപയോഗിച്ചത് ആര്? ഉത്തരം ജോൺ പെൽ. വിദ്യാർത്ഥിയായിരിക്കെ കണക്കുവൈദ്യരുടെ വിഷയങ്ങളിൽ രാമാനുജന്റെ പ്രകടനം മോശമായിരുന്നു? ഉത്തരം ശരി. ഒരു വർഷത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട്? ഉത്തരം 3,15,36,000. ലുഡോൾഫ് നമ്പർ എന്നറിയപ്പെടുന്ന സംഖ്യ? ഉത്തരം പൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.